ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആർട്ട് ഫോമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മളിന്ന് വയർ ആർട്ടാണ് ചെയ്യുന്നത്. പല ഗേജുള്ള വയറുകൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആർട്ട് ഫോമാണ് വയർ ആർട്ട് എന്ന് പറയുന്നത്. വയറിൻ്റെ തിക്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേജ് നമ്പർ നോക്കുന്നത്. ഗേജ് നമ്പർ കുറയുന്തോറും വയറിൻ്റെ തിക്നെസ് കൂടിയാണ് വരുന്നത്. വയറുപയോഗിച്ച് പല ഷേപ്പിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ ഉപയോഗിക്കാം. ഞാനിന്ന് 2 ഡിഫറെൻറ്റ് ഗേജസ് ഉള്ള വയറുകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗേജ് 12ഉം ഗേജ് 18ഉം. ഗേജ് 12ൻ്റെ വയറാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്ക് ഗേജ് 18നെ കമ്പയർ ചെയ്യുമ്പം നല്ല കട്ടിയുള്ള വയറാണ്. കട്ടി കൂടുമ്പം അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ആവശ്യമില്ലാത്ത വർക്കിന് നമുക്കത് യൂസ് ചെയ്യാം. ഗേജ് 18 ആവുമ്പം ഗേജ് 12നെ കമ്പയർ ചെയ്യുമ്പം വളരെ തിന്നായിട്ടുള്ള വയറാണ്. നമുക്കത് നല്ല ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഈ കട്ടി കുറഞ്ഞ വയർ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പശയുടെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഈ വയർ ചുറ്റി കൊടുക്കണം. റൗണ്ട് ഷേപ്പിലുള്ള പെറ്റൽസ് കറക്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും പ്രാവശ്യമാണ് നമ്മൾ അതിനകത്തേക്ക് ചുറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ 2 അറ്റങ്ങളും നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഒരു അറ്റം അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ എടുക്കണം. എന്നിട്ട് നമുക്ക് താഴെ നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കാം. ഓരോ പെറ്റൽസായിട്ട് മെല്ലെ വിടർത്തിയിട്ട് തിരിച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കണം. നമ്മളിപ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മുത്ത് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പിയിൽ ഒരു മുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാക്കാം. ഇതിൻ്റെ പെറ്റൽ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പെറ്റൽ ഞാൻ കുറച്ച് വലുപ്പത്തിൽ നമ്മുടെ ഹിബിസ്കസിൻ്റെ ഒക്കെ ഒരു പെറ്റൽ ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പെറ്റൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സെയിം വയർ തന്നെ മുകളിലോട്ട് എടുക്കണം. അതിന് ശേഷം നമ്മൾ അടുത്ത പെറ്റൽ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ചുറ്റും ഓരോ പെറ്റലായിട്ട് ഉണ്ടാക്കി ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് വെക്കാനുള്ള മുത്തുകളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കമ്പി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുത്തുകൾ കോർത്തെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റേമൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്ലവറാണിത്. ഇതിൻ്റെ നടുവിൽ വച്ചിരിക്കുന്ന ആ ഒരു ബീഡ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഏകദേശം നമുക്ക് ഈ ടൈപ്പ് തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാം. ഇതൊരു ഡെയ്സി ഫ്ലവറിൻ്റെ മോഡലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന ആ ഒരു ബീഡ്സ് മാത്രമാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൂ. ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. കുറേ പെറ്റൽസ് നമ്മൾ അടുപ്പിച്ച് ചെറിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ വെക്കാനുള്ള ആ ഒരു ബീഡ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടണിലേക്ക് ഒരു മുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡേസി ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുമല്ലോ.
അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.